السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حصتنا اللغة العربية، وأتمنى لكم كل التهاني والتبريكات من عميق قلبي في هذه السنة الدراسية، وندعو الله للسلامة من هذا الوباء كورونا. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയ ഒരു അധ്യയന വർഷത്തേക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. +1 ഉപഭാഷയായിക്കൊണ്ട് അറബി തിരഞ്ഞെടുത്ത നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ +1 ക്ലാസ് നാം തുടങ്ങുകയാണ്. ഇതിലൊന്നാമത്തെ യൂണിറ്റിലുള്ളത് അൽ വഹദത്തുൽ ഊല. ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. ഒന്ന് ഫി റിഹാബിൽ മദ്രസ, അതുപോലെ ഔഹനുൽ ബുയൂത്ത്, അതുപോലെ ഹനി അല്ലക്കും എന്നുള്ളത്. ഫി റിഹാബിൽ മദ്രസ എന്നുള്ളത് ഒരു ഹിവാറാണ്, ഒരു സംഭാഷണമാണ്. അതുപോലെ ഔഹനുൽ ബുയൂത്ത് എന്നുള്ളത് ഒരു ഖിസ്സയാണ്, ഒരു കഥയാണ്. ഹനി അല്ലക്കും എന്നുള്ളത് ഒരു മൻദൂം, ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. തുല്ലാബി അൽഅഹിബ്ബ, അൻതും ഫി മദ്രസത്തിൻ ജദീദ മഅ അസ്തിഖാഇൻ ജുദുദിൻ വതഅതൂന മിൻ മദാരിസിൻ മുഖ്തലിഫ വലദൈക്കും ആമാലുൻ അദീദ മുംകിനുൻ തബാദുലഹ. തുല്ലാബി അൽഅഹിബ്ബ, പ്രിയ വിദ്യാർത്ഥികളെ, അൻതും ഫി മദ്രസത്തിൻ ജദീദ, നിങ്ങളിപ്പോൾ പുതിയ വിദ്യാലയത്തിലാണ്. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഫി മദ്രസത്തിൻ ജദീദ, ജദീദ എന്ന് പറഞ്ഞാൽ പുതിയ, നിങ്ങളിപ്പോൾ പുതിയ വിദ്യാലയങ്ങളിലാണ്. മഅ അസ്തിഖാഇൻ ജുദുദിൻ, അസ്തിഖാ സുദീഖ് ജമ്മ് അസ്തിഖാ. അപ്പോൾ അസ്തിഖ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് എന്നുള്ളതാണ് അർത്ഥം. ജുദുദിൻ എന്ന് പറഞ്ഞാൽ പുതിയ. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ കൂട്ടുകാരോടൊപ്പമാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അസ്തിഖ എന്നുള്ളതിന് മറ്റുള്ള മുത്രാദിഫ് പദങ്ങൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ റഫീഖ് ഉണ്ട്, അതുപോലെ തന്നെ ജമീലുണ്ട്. അതൊക്കെ എന്താണ്, സ്വദീഖ് എന്നതിൻ്റെ മുത്രാദിഫ് പദങ്ങളാണ്. വതഅതൂന മിൻ മദാരിസിൻ മുഖ്തലിഫ, വതഅതൂന നിങ്ങൾ വരുന്നു, മിൻ മദാരിസിൻ മുഖ്തലിഫ, മദാരിസ് എന്ന് പറഞ്ഞാൽ മദ്രസ, സ്കൂള്. മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ, വിവിധങ്ങളായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നാണ് വരുന്നത്. വലദൈക്കും ആമാലുൻ അദീദ, വലദൈക്കും നിങ്ങൾക്കുണ്ട്, ആമാലുൻ അദീദ എന്ന് പറഞ്ഞാൽ എന്താണ്, എണ്ണമറ്റ പ്രതീക്ഷകൾ, ധാരാളം പ്രതീക്ഷകളുമായി കൊണ്ടാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത്. ആമാൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ, അതീത എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ എണ്ണമറ്റ എന്ന് പറയാം. മുംകിനുൻ തബാദുലഹ, നമുക്കത് ഷെയർ ചെയ്യാം. തബാദുൽ എന്ന് പറഞ്ഞാൽ അതിനെ കൈമാറാം. നമുക്കതിനെ, നമ്മുടെ ആശയങ്ങളും അതുപോലെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നീനത്താറഫു, നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പരസ്പരം പരിചയപ്പെടാം എന്നുള്ള ഭാഗത്തിൽ എന്തൊക്കെ നാം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഒന്ന് തജാരിബുൽ ഹയാത്ത്, ജീവിതാനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസുകൾ. അതുപോലെ തഖ്ദീമുൽ ഉംനിയാത്ത്, നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അവതരിപ്പിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറയുക. അതുപോലെ തന്നെ അഫ്കാറുൻ ജദീദ, പുതിയ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ ആറാ ഇൻ ജദീദ, പുതിയ അഭിപ്രായങ്ങൾ. ആറാ എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ. അതുപോലെ തുമുഹാത്ത്, തുമുഹാത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്ന ആഗ്രഹങ്ങൾ. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ്സിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഫി റിഹാബിൽ മദ്രസ എന്നുള്ള ഒരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ബാബു വ മനോജ് സ്വദീഖാനി ഇൽതഹഖ ബിസ്സാനവിയ്യത്തിൽ ആലിയ ഫി മദ്രസത്തിൽ കറിയ
في بداية اليوم الأول من السنة الدراسية الجديدة لقي في رحاب المدرسة ബാബു വ മനോജ് സ്വദീഖാനി. ബാബുവും മനോജും സുഹൃത്തുക്കളാണ്. സ്വദീഖാനി രണ്ടുപേരും അവരെന്താണ്, സുഹൃത്തുക്കളാണ്. ഇൽത്തഹക്ക ബിസാനവിയത്തിൽ ആലിയ. ഇൽത്തഹക്ക എന്ന് പറഞ്ഞാൽ അവർ ചേർന്നു. ബിസാനവിയ അൽ ആലിയ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. ബിസാനവി അൽ ആലിയ എന്ന് പറഞ്ഞാൽ, സാനവി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി, ആലിയ എന്ന് പറഞ്ഞാൽ ഹയറും. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. ഫി മദ്രസത്തി അൽ ഖറിയ, ഗ്രാമത്തിലെ സ്കൂളിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇരുവരും ചേർന്നത്. ഫി ബിദായത്തിൽ യൗമിൽ അവൽ മിന സനത്തി അദ്ദിറാസിയ അൽ ജദീദ. ബിദായത്ത് എന്ന് പറഞ്ഞാൽ തുടക്കം, യൗമിൽ അവൽ ആദ്യ ദിവസം, മിൻ സനത്തി അദ്ദിറാസിയ അൽ ജദീദ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ തുടക്കം. ഓക്കെ, പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ തുടക്കം. ബിദായത്ത് യൗമുൽ അവൽ എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ തുടക്കം തന്നെ. സനത്തി അദ്ദിറാസിയ അൽ ജദീദ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിനം. ലഖിയ കണ്ടുമുട്ടി ഫി റിഹാബിൽ മദ്രസ അവർ സ്കൂൾ അങ്കണത്തിൽ വെച്ച്, സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് അവർ കണ്ടുമുട്ടി. റിഹാബ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്, അങ്കണം എന്നുള്ളതാണ് മദ്രസ, സ്കൂൾ കോമ്പൗണ്ട്. സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടി. അപ്പോൾ അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഹിവാറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ബാബു അഹ്ലൻ യാ മനോജ്, സ്വാഗതം മനോജ് എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് തിരിച്ചു പറഞ്ഞു അഹ്ലൻ വ സഹ്ലൻ യാ ബാബു എന്ന് തിരിച്ചു പറഞ്ഞു. നിനക്കും സ്വാഗതം ബാബു എന്ന് പറഞ്ഞു. പിന്നെ വഅൻത ഫി ഹാദിഹിൽ മദ്രസ, വഅൻത നീയാണോ, ഫി ഹാദിഹിൽ മദ്രസ നീയും ഈ സ്കൂളിലാണോ എന്ന് ചോദിച്ചു. നീയും ഈ സ്കൂളിലാണോ? അപ്പോൾ ബാബു തിരിച്ചു പറഞ്ഞു നാം യാ സ്വദീഖ്, എൻ്റെ സുഹൃത്ത് ഞാനും ഈ സ്കൂളിലാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അന സഈദുൻ, പിന്നെ ബാബു അതിനെ തുടർച്ചയായിട്ട് പറയുന്നു അന സഈദുൻ ജിദ്ദൻ ബി ലിഖായിക്ക, അന സഈദുൻ ജിദ്ദൻ ഞാൻ വളരെയധികം സന്തോഷവാനാണ്, ബി ലിഖായിക്ക നിന്നെ കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ബാക്കി നോക്കാം. മനോജ് പറയുന്നു അന ഫി ഷോബത്തിൽ ഉലൂമി വ അൻത, ഞാൻ ഷോബത്ത് എന്ന് പറഞ്ഞാൽ ബാച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയാം, അല്ല ഉലൂം എന്ന് പറഞ്ഞാൽ സയൻസ്. അപ്പോൾ പറയാണ്, മനോജ് പറയുന്നു അന ഞാൻ ആകുന്നു ഫി ഷോബത്തിൽ ഉലൂം സയൻസ് ഗ്രൂപ്പിലാണ് ഞാൻ, വ അൻത നീയോ. അപ്പോൾ ബാബു തിരിച്ചു പറഞ്ഞു ഇഖ്തർതു അൽ ഇൻസാനിയാത്ത്, ഇഖ്തർതു എന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ സെലക്ട് ചെയ്തു, അൽ ഇൻസാനിയാത്ത് ഹ്യൂമാനിറ്റീസാണ് ഞാൻ തിരഞ്ഞെടുത്തത്. വമൻ മഅക, അപ്പോൾ ബാബു ചോദിക്കുകയാണ് മനോജിനോട് നിൻ്റെ കൂടെ ആരൊക്കെയാണുള്ളത്, വമൻ മഅക നിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്. അപ്പോൾ മനോജ് പറഞ്ഞു ഹാദ ഹുവ സ്വദീഖി ജാബിർ, ഇത് എൻ്റെ സുഹൃത്ത് ജാബിറാണ്. ഹുവ ഫി ഉലൂമി തിജാറ, അവനേതാണ് അവൻ ഫി ഉലൂമി തിജാറ, അവൻ കൊമേഴ്സിലാണ്, അവൻ കൊമേഴ്സ് ബാച്ചിലാണ്. അപ്പോൾ ബാബു പറഞ്ഞു അഹ്ലൻ ബിക യാ ജാബിർ, സ്വാഗതം ജാബിർ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ് ലിമ ഇഖ്തർത്ത ഉലൂമ തിജാറ, ലിമ എന്തുകൊണ്ടാണ്, ഇഖ്തർത്ത എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തത്, ഉലൂമ തിജാറ കൊമേഴ്സ്, നീ എന്തുകൊണ്ടാണ് കൊമേഴ്സ് തിരഞ്ഞെടുത്തത് എന്ന് ബാബു ചോദിച്ചു. അപ്പോൾ ജാബിർ മറുപടി പറഞ്ഞു ഇഖ്തർതുഹ ലിയന്ന ഹുനാക ഇംകാനിയാത്തുൻ ലി വലീഫത്തിൽ മുഹാസബ അൽ ഇദാറ ഫി കസീർ മിൻ ശരിക്കാത്ത്. അപ്പോൾ പറഞ്ഞു ഇഖ്തർതുഹ ഞാനതിനെ സെലക്ട് ചെയ്തു, ഞാനതിനെ തിരഞ്ഞെടുത്തത് ലിയന്ന കാരണം ഹുനാക ഇംകാനിയാത്തുൻ, ഹുനാക അതിനുണ്ട്, ഇംകാനിയാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ, അതിന് ധാരാളം സാധ്യതകളുണ്ട്. ലി വലീഫത്ത് അൽ മുഹാസബ, ആ തൊഴിലിന്, വലീഫത്ത് പറഞ്ഞാൽ ആ ജോലിക്ക് ധാരാളം ഇംകാനിയാത്ത് എന്ന് പറഞ്ഞാൽ സാധ്യതകളുണ്ട്. ഏതൊക്കെയാണ്? അൽ മുഹാസബ അക്കൗണ്ടിങ്, അതുപോലെ അൽ ഇദാറ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ.
അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ അക്കൗണ്ടിങ്, ഇതുപോലെയുള്ള ധാരാളം മേഖലകൾ അതിന് ഉണ്ട്, ധാരാളം ജോലി സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. ഫീ കസീറമ്മിന ശരിക്കാത്തിൻ, ധാരാളം കമ്പനികളിൽ അക്കൗണ്ടിങ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ജോലികൾ ധാരാളം ഈ കൊമേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. പിന്നെ പറഞ്ഞു വഹാലി ഹറലനി അലാദാലിക, വഹാലി എൻ്റെ അമ്മാവൻ, ഹറല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ്. ഹറലനി എന്നെ പ്രേരിപ്പിച്ചു, അലാദാലിക അത് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി എൻ്റെ അമ്മാവൻ എന്നെ പ്രേരിപ്പിച്ചു. അപ്പോൾ ബാബു പറയുന്നു മിൻ ഐന അത്മംത അസാനവിയ, മിൻ ഐന എവിടെ നിന്നാണ്, അത്മംത നീ പൂർത്തിയാക്കിയത്, അസാനവിയ ഹൈസ്കൂൾ പഠനം, നിൻ്റെ സെക്കൻഡറി പഠനം, നീ ഹൈസ്കൂൾ പഠനം എവിടെ നിന്നാണ് പൂർത്തിയാക്കിയത്? അപ്പോൾ ജാബിർ തിരിച്ചു പറഞ്ഞു മിനൽ മദ്രസത്തി അസാനവിയ അൽ ഹുക്കൂമിയ ബി എറണാകുളം, എറണാകുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ ബാബു വീണ്ടും ചോദിച്ചു ഐന തസ്കുനു, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ജാബിർ തിരിച്ചു പറയുന്നു ബി ജവാരി മഹത്തത്തുൽ കിതാരി ഫിഷാരി മഹാത്മാഗാന്ധി, എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ ജാബിർ മറുപടി പറഞ്ഞു ബി ജവാരി മഹത്തത്തുൽ കിതാർ, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഫി ഷാരി മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി റോഡിൽ, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ആ മഹാത്മാഗാന്ധി റോഡിലാണ്, MG റോഡിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ബാബു ചോദിക്കുന്നു വഹൽ ഫി സൊഫിക അഹദും മിൻ അസ്തിഖാഇന യ മനോജ്, വഹൽ ഫി സൊഫിക നിൻ്റെ ക്ലാസ്സിലുണ്ടോ, അഹദും മിൻ അസ്തിഖാഇന യ മനോജ് നമ്മുടെ സുഹൃത്തുക്കളാരെങ്കിലും നിൻ്റെ ക്ലാസ്സിലുണ്ടോ, യ മനോജ് എന്ന് ചോദിച്ചു. വഹൽ ഉണ്ടോ, ഫി സൊഫിക നിൻ്റെ ക്ലാസ്സിലുണ്ടോ, അഹദും മിൻ അസ്തിഖാഇന നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാൾ, യ മനോജ് നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിൻ്റെ ക്ലാസ്സിലുണ്ടോ? അപ്പോൾ മനോജ് പറഞ്ഞു നാം അതെ, അല്ലഹുൻ ഫുവാദുൻ അതുപോലെ വല്ലുഖ്തു മറിയം, നമ്മുടെ സഹോദരനായ ഫുവാദും അതുപോലെ മറിയമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാബു പറഞ്ഞു ലൈസ ഫി സൊഫി അഹദും മിൻഹും, എൻ്റെ ക്ലാസ്സിൽ അവരാരുമില്ല എന്ന് പറഞ്ഞു. ലൈസ ഇല്ല, ഫി സൊഫി എൻ്റെ ക്ലാസ്സിലില്ല, അഹദും മിൻഹു നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട ആരും എൻ്റെ ക്ലാസ്സിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് തിരിച്ചു പറഞ്ഞു മാസിറ, ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ എന്ന് പറയാണ്. പിന്നെ റൂഹു ഇലൽ മഖ്സഫ്, റൂഹു ഞാൻ പോകുന്നു, ഇൽ മഖ്സഫ് ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവാണ്, ക്ഷമിക്കണം ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. വഹൽ തുസാഹിബുനി, നീയും വരുന്നുണ്ടോ, വഹൽ തുസാഹിബുനി നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാബു പറഞ്ഞു ആസിഫ് സോറി, സ്വദീഖി യൻതളിറു ഫിൽ ഖാരിജിൻ, എൻ്റെ സുഹൃത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. സ്വദീഖി എൻ്റെ സുഹൃത്ത്, യൻതളിറു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു, ഫിൽ ഖാരിജ് പുറത്തവൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാനില്ലെന്ന് പറഞ്ഞു. മനോജ് പറഞ്ഞു ലല്ലിഖാൻ എന്ന് പറഞ്ഞാൽ സി യു, അതുപോലെ ബാബു മാ അസ്സലാമ ഗുഡ് ബൈ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും.